ഭക്ഷ്യവസ്തുക്കളുടെ ഗുണമേന്മ സർക്കാർ ഉറപ്പുവരുത്തണം. ഇതാണ് ഇന്നത്തെ കേരള പ്രണാമം എഡിറ്റോറിയൽ. ആലുവയിൽ കടയുടെ പൂട്ട് തല്ലിപ്പൊളിച്ച് 30 കുപ്പി വെളിച്ചെണ്ണ മോഷ്ടിച്ച സംഭവം തെല്ലൊരു കൗതുകത്തോടെയാവും മലയാളികൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക. മിന്നൽ പരിശോധനകളിൽ 7 ജില്ലകളിൽ നിന്നായി 16,565 ലിറ്റർ നിലവാരമില്ലാത്ത വെളിച്ചെണ്ണയാണ് പിടിച്ചെടുത്തത്. വിലകേറിയതോടെ വ്യാജ വെളിച്ചെണ്ണ വ്യാപകമാണെന്ന് ചൂണ്ടിക്കാട്ടി മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നതുമാണ്. ലിക്വിഡ് പാരഫിൻ, ഫാം കെർണൽ ഓയിൽ, ശുദ്ധീകരിച്ച കരി ഓയിൽ തുടങ്ങിയവയും മായം കലർത്താനായി ഉപയോഗിക്കുന്നു. പലയിടത്തു നിന്നും ലിറ്റർ കണക്കിനിവ പിടിച്ചെടുക്കുന്നുമുണ്ട്. വെളിച്ചെണ്ണ മലയാളികൾക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാണ്. ജനങ്ങൾക്കിടയിലെ ബോധവൽക്കരണവും ഓണവിപണി ലക്ഷ്യമാക്കി എത്തിയേക്കാവുന്ന മായം കലർന്ന ഉൽപ്പന്നങ്ങളുടെ വരവും കണക്കിലെടുത്തുള്ള പ്രവർത്തനവും ഭക്ഷ്യവകുപ്പ് ശക്തമാക്കേണ്ടതുണ്ട്.